മലപ്പുറം താനൂരിൽ മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് 1.75 കോടി രൂപയുടെ സ്വർണം കവർന്നതായി പരാതി. ജ്വല്ലറികളിലേക്ക് വിതരണം ചെയ്യാൻ എത്തിച്ച സ്വർണമാണ് കവർന്നത്. 2 കിലോഗ്രാം സ്വർണവും 43 ഗ്രാം സ്വർണ്ണ കട്ടിയുമാണ് നഷ്ടപ്പെട്ടത്. വിവരങ്ങൾ സ്വാലിഹ് നൽകും. സ്വാലിഹ്, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? വിനു, വ്യാഴാഴ്ച വൈകിട്ട് 4:30യോടെയാണ് സംഭവം. ഇയാൾ മഞ്ചേരിയിൽ സ്വർണം വിതരണം ചെയ്ത് താനൂരിലേക്ക് വരികയായിരുന്നു. ബൈക്കിലായിരുന്നു വന്നിരുന്നത്. ഇതിനിടെ 4 പേർ കാറിലെത്തിയ 4 സംഘമാണ് ഈ ആക്രമണം നടത്തിയത്, സ്വർണം കൊള്ളയടിച്ചത്. ഏതാണ്ട് 1.25 കോടി രൂപയുടെ സ്വർണം നഷ്ടമായിട്ടുണ്ട്. വിവിധ ജ്വല്ലറികളിൽ വിതരണത്തിനായി കൊണ്ടുവന്ന സ്വർണമായിരുന്നു ഇത്. ഇയാൾ പതിവായി ഇങ്ങനെ സ്വർണങ്ങൾ എത്തിച്ചു നൽകുന്നയാളാണ്. ഇയാളെ പിന്തുടർന്ന് വന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായി ഇവരെ ആരാണെന്ന വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടന്നതെങ്കിലും ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നത്. മറ്റെന്തെങ്കിലും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. വിനു, ശരി. മലപ്പുറം താനൂരിൽ മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് 1.75 കോടി രൂപയുടെ സ്വർണം കവർന്നതായി പരാതി. ജ്വല്ലറികളിലേക്ക് വിതരണം ചെയ്യാൻ എത്തിച്ച സ്വർണമാണ് കവർന്നത്. 2 കിലോഗ്രാം സ്വർണവും 43 ഗ്രാം സ്വർണ്ണ കട്ടിയുമാണ് നഷ്ടപ്പെട്ടത്. വിവരങ്ങളാണ് സ്വാലിഹ് നൽകിയത്.